everyone, good morning. ഇപ്പോൾ സമയം 5:23. ഒന്നും കാണാൻ പറ്റില്ല. ഗുഡ് മോർണിംഗ്. ഇപ്പോഴും ഒരാൾ ഭയങ്കര ഉറക്കത്തിലാണ്. ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ. ഇനി റെഡി ആവണം. അപ്പോൾ ന്യൂട്രിച്ചോയ്സ് ബിസ്ക്കറ്റാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെല്ലുന്ന സമയം വരെ വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചായനൊക്കെ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായി. ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇപ്പോൾ ബാഗ്സ് എല്ലാം പാക്ക് ചെയ്തു പോവാൻ പോവാണ്. ബൈക്ക് റെഡിയാക്കാണ്. അമ്മ. ഹായ് അമ്മ. ഹായ്. ഹാപ്പി ജേർണി. താങ്ക് യു. ഇനി ഞാൻ പറയണൊന്നും കേൾക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഉച്ചാരണം നിർത്തി വെച്ചേക്കാണ്. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. 7:38 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലിയും വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അച്ഛനമ്മയും അനിയത്തി അനിയനും ഉണ്ടായിരുന്നു. അതാണ് അവർ. ഇവരെ ഞങ്ങൾ കുണ്ടന്നൂർ അവിടെ അവർ വന്ന് വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ടാട്ടോ പോണത്. ഞാൻ ഇത്ര നേരം പറഞ്ഞില്ല എങ്ങോട്ടാണ് പോണത്. ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ടാണ് പോണത്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ്. എല്ലാവരും കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ചപ്പാത്തി മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇനി കഴിച്ചിട്ട് യാത്ര തുടങ്ങുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു, മണ്ണാർശാല. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി, അകത്ത് കയറി ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് എവിടെ ഇറങ്ങണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലം പോകാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കൊല്ലം ബീച്ച് ഏരിയയിൽ വെയിലൊന്നും ഇല്ലെങ്കിൽ അവിടെ ഇറങ്ങാമെന്നാണ്. എല്ലാവരും അകത്ത് കയറിയിട്ട് പുറത്തിങ്ങനെ നിൽക്കുകയാണ്, പ്ലാൻ ചെയ്യാണ് എവിടെ പോകണമെന്ന്. ഇതാണ് എൻ്റെ അനിയത്തി. ഹായ്. സണ്ണിലെ പുറകെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മുമ്പിൽ ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ കൊല്ലം ജില്ലയിലായി. ഇപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് 12:30 ആയി, 12:45 ആയി. സോ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയേക്കാണ് ഒരു റെസ്റ്റോറൻറ്റിൽ. AR ക്യാപിറ്റൽ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. സോ നമുക്കിനി കഴിച്ചിട്ട് പോവാം. വിശക്കുന്നൊന്നുമില്ല, പക്ഷെ ഇനി മുന്നോട്ട് പോയാൽ റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഞങ്ങൾ വേറൊരു ഡെസ്റ്റിനേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടി കയറണം. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ടൈം കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങളിപ്പോൾ കഴിക്കാൻ കയറിയത്. അപ്പോൾ ഇനിയിപ്പോൾ സനലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ഇവിടെ എത്തി. ഇപ്പോൾ സനൽ പാർക്ക് വേണ്ടി പോയി കാണും. നമുക്കപ്പോൾ കഴിക്കാം. എന്തൊക്കെയാണ് കഴിക്കണം നമുക്ക്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഊണും ചിക്കൻ ബിരിയാണിയും പിന്നെ മന്തിയുമാണ്. മന്തി ഓക്കെ ടൈപ്സ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബാക്കിയുള്ളതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഫ്രഷ് ലൈമും വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. നേരത്തെ ഉദ്ദേശിച്ച ലൊക്കേഷനിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ളത് കൊല്ലം ബീച്ചിലാണ്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത ഉണ്ട്. ഈ ബീച്ചിൻ്റെ വെള്ളം നീല കളറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. സാധാ ബീച്ചിന്റെ കളറല്ല, ഇതിന് നല്ലൊരു ബ്ലൂയിഷ് കളറാണ്. ഓവറാക്കല്ലോ. ഞങ്ങളിപ്പോൾ സുവോളജിക്കൽ പാർക്കിലാണ്. ട്രിവാൻഡ്രം എത്തി. സുവോളജിക്കൽ ഗാർഡൻ, സൂ, അങ്ങനെ കുറേ സാധനങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് കണ്ടിട്ട് റൂമിലോട്ട് പോകാമെന്നാണ് വിചാരിക്കണത്. ഇപ്പം തന്നെ ഓൾറെഡി ടയേർഡായി.
വെറുതെ ചിരിപ്പിക്കരുത്. നിറച്ച് മാനാണ്. ഈ മാനിന്റെ പേരാണ് കൃഷ്ണമൃഗം. അപ്പോൾ ഈ കൃഷ്ണാരാ? നിന്റെ മാന? ഇത് ഓടക്കുഴ ഉണ്ടാക്കണ മുളയാണെന്നാണ് ഈ അച്ഛൻ പറയണത്. ഇതൊക്കെ വല്ലത് ഏക്കോ മോളെ, എനിക്ക് സംശയമുണ്ട്. എന്താണോ എന്തോ. അതെ, അച്ഛൻ എന്നെ ഒരു പിടുത്തില്ല. ഇപ്പൊ ഞങ്ങള് സിംഹത്തിനെയും കടുവേനെയും തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കൃഷ്ണമൃഗത്തിനെ കണ്ടു. അതേപോലെ തന്നെ ഈ കൃഷ്ണയും വെള്ളയിലാണ് ഇരിക്കുന്നത്. സെയിം. അപ്പോ ഇവര് പേരിട്ട് തെറ്റിയില്ല. പുള്ളിമാൻ. ഇങ്ങോട്ട് വന്നപ്പോ ഇഷ്ടംപോലെ പുള്ളിമന്തി വരണം നമ്മളെ നോക്കിയിരിക്കുന്നു. गौर से देखो कौन है. गौर என்ன எழவி அது. അവസാനം പുലിനെ കണ്ടിട്ടോ, പക്ഷെ അത് വീഡിയോയിൽ അധികം ക്ലിയർ അല്ല. അപ്പോൾ ഞങ്ങൾ ദൂരെയും ചുമ്മാ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിപ്പോൾ സൂയിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം 6:20. നല്ല ടയേർഡ്നെസ് ഉണ്ട്. ഇനി ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാണ്. ഇനി നാളെ ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ. അറിയില്ല, ചിലപ്പോൾ ഇന്ന് രാത്രി ഇറങ്ങുമായിരിക്കും. എന്തായാലും ഇപ്പോൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. ഫ്രഷ് ആവണം, കുറച്ച് റെസ്റ്റ് എടുക്കണം. ടയേർഡായി ഗൈസ്. നമുക്ക് കുഴപ്പമില്ല, ഇങ്ങനെ കിടന്നാൽ മതി എന്നാണ്. ഇപ്പോൾ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് കിടന്നോളാം. ഇവിടെയാണ് ഞങ്ങള്. ഇതാണ് ഞാൻ ഇന്നിട്ട് ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. ബൈ.